പ്രിയപ്പെട്ട പ്രേക്ഷകരെ, LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്നും ചേർന്നിട്ടില്ല. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ തർക്കം നിലനിൽക്കുന്നത് കൊണ്ടാണ് യോഗം ചേരാനാകാത്തത്. അർജുൻ രാജ് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് CPM-ഉം CPI രണ്ടുപേരുടെയും നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ മുന്നണിയുടെ പോക്ക് കുറച്ച് ദുഷ്കരമാകുന്നുണ്ടോ? സേതു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. വലിയ പ്രതിസന്ധി LDF ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗം പോലും ചേരാൻ കഴിയാത്ത നിലയിലേക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള CPIയുടെയും CPM-ന്റെയും ഭിന്നതയാണ്. അതിപ്പോഴും തുടരുകയാണ്. രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ യോഗം പോലും ചേരാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സാധാരണ നിയമസഭ തുടങ്ങുന്നതിന് മുൻപ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും തീരുമാനങ്ങളും ചർച്ച ചെയ്യുകയാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിന്റെ ലക്ഷ്യം. പക്ഷേ ഈ നിയമസഭാ സമ്മേളനം തുടങ്ങി ഇതുവരെ അത്തരമൊരു യോഗം LDFന് വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു കീഴ്വഴക്കമാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അത് കാലങ്ങളായി CPIM ആണ് കൈവശം വെക്കുന്നത്. അത് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന നിലപാടാണ് CPIMനുള്ളത്. പക്ഷേ CPI തുടക്കം തൊട്ട് ആ ആവശ്യത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയിട്ടില്ല. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം എന്നുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു പാർലമെന്ററി പാർട്ടി ഇതിൽ തീരുമാനമാകാതെ യോഗം ചേരേണ്ടതില്ല എന്ന നിലപാട് CPI സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഇതിൽ തീരുമാനമാകാത്ത പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു യോഗം വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിട്ടുനിൽക്കാനുള്ള നിലപാടിലേക്ക് പോലും CPI പോകാനുള്ള സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കേണ്ടതില്ല എന്ന നിലപാടിന്റെ കൂടി പുറത്താണ് ഇപ്പോൾ ഈ പാർലമെന്ററി പാർട്ടി യോഗം ചേരാതിരിക്കുന്നത്. ശരി. ഇങ്ങനെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അല്ലെങ്കിൽ ഉപനേതൃ പദവിയിൽ രണ്ട് പാർട്ടിക്കാരും രണ്ട് നിലപാടിൽ നിൽക്കുമ്പോൾ LDFൽ CPM CPI സ്വരച്ചേർച്ചയില്ലായ്മ രൂക്ഷമായി പോവുകയാണ്.